ബജറ്റിൽ കാണാൻ കഴിയുന്നത്. മൈനർ ധാതുക്കളുടെ ഖനനം അതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. അത് തന്നെയാണ് ഇപ്പോ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ വഴി UDF സർക്കാരും പിന്തുടരുന്നത്. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ LDF സർക്കാർ മുന്നോട്ട് വെച്ചത് ഇതായിരുന്നില്ല. പൊതുമേഖല അധിഷ്ഠിതമായ റെയർ എർത്ത് ഇടനാഴി എന്ന ആശയമാണ് LDF സർക്കാർ മുന്നോട്ട് വെച്ചത്. അത് അട്ടിമറിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ആശയം അംഗീകരിച്ച് സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കം ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ച മിഷൻ സമുദ്രയുമുണ്ട്. അതും ഇതിന്റെ ഭാഗമായി തന്നെ കാണേണ്ടതാണ്. കേരള മാരിടൈം പോളിസി വഴി കേരളത്തിന്റെ തീരത്തെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനുള്ള ഗൂഢലക്ഷ്യമാണോ ഉള്ളത് എന്ന ആശങ്ക സ്വാഭാവികമായും ഉയർന്നു വരും. സദേൺ കേരള എക്കണോമിക് കോറിഡോറിന്റെ പിന്നിലെ അജണ്ടയും ഇതായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഫിഷറീസ് സബ് പ്ലാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ തീരദേശവാസികളുടെ കണ്ണിൽ പൊടിയിട്ട് മറ്റ് അജണ്ടകൾ നേരത്തെ പറഞ്ഞ തരത്തിൽ നടപ്പിലാക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് സംശയിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഇത് അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുള്ള സ്വകാര്യ കുത്തകകൾക്കടക്കം പല കാര്യങ്ങൾക്കും പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഭൂപരിഷ്കരണ നിയമം, ആ നിയമമാകെ ഒളിച്ചെഴുതുക, അതിന്റെ പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാണ്. ഇവിടെ അത് കേരളത്തിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒന്നായിരിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ തന്നെ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് നേടിയിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ, അതിൻ്റെ എല്ലാം യഥാർത്ഥ അടിസ്ഥാനം നമ്മുടെ നാട് പാസാക്കിയ ഭൂപരിഷ്കരണ നിയമമാണ് എന്നത് എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇവിടെ ബജറ്റിൽ ഇപ്പോ ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും സ്വകാര്യവൽക്കരണത്തിന്റെ യുക്തിയാണോ പിൻപറ്റുന്നത് എന്ന് ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. ആശുപത്രികള്, ഫാർമ മേഖലയിൽ സ്വകാര്യ കമ്പനികള്, ഇവരെയൊക്കെ മാടി വിളിക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. നമ്മുടെ കേരളത്തിൽ കാണുന്നൊരു വസ്തുതയുണ്ട്. അത് ചില അന്താരാഷ്ട്ര ഭീമന്മാർ, KKR പോലെ, ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള വൻകിട കമ്പനികൾ, ബഹുരാഷ്ട്ര കുത്തകകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കൈയടക്കാൻ നടത്തുന്ന ശ്രമമാണ്.
അത് നേരത്തെ തന്നെ കേരളീയ സമൂഹം ശ്രദ്ധിച്ച കാര്യമാണ്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവർക്കെല്ലാം പച്ചക്കൊടി കാണിക്കുന്ന ഒരു സമീപനം ഈ ബജറ്റിലൂടെ വരികയാണ്. സർക്കാർ ആശുപത്രികളെ ശാക്തീകരിക്കുന്ന പ്രഖ്യാപനമൊന്നും ഈ ബജറ്റിന്റെ ഭാഗമായി കാണാൻ പറ്റിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെന്റ് പ്ലാനിംഗ് കമ്മീഷൻ പണ്ടേ നിർത്തലാക്കി. അവര് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുക മാത്രമല്ല, നീതി ആയോഗ് അതിന് പകരം സംഘടിപ്പിച്ചു. ഇപ്പോ അതേ വഴിയിലേക്ക് നമ്മുടെ സംസ്ഥാനവും നീങ്ങാനാണോ ഉദ്ദേശിക്കുന്നത് എന്നത് ശങ്കിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോ പ്ലാനിംഗ് ബോർഡ് പുനഃസംഘടിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു തിങ്ക് ടാങ്കായി പ്ലാനിംഗ് ബോർഡിനെ മാറ്റുക എന്നതാണ് വ്യക്തമായി നമ്മുടെ ബജറ്റിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യം. ഇത് കൃത്യമായ കേന്ദ്ര നയമാണ്. ഒരു മറയുമില്ലാതെ അത് അംഗീകരിക്കുന്ന നിലയിലേക്ക് പ്ലാനിംഗ് കമ്മീഷനെ മാറ്റി നീതി ആയോഗിനെ ആക്കിയതുപോലെ ഇവിടെ ആ ആശയം സ്വീകരിച്ച് ഒരു തിങ്ക് ടാങ്ക് ആക്കി നമ്മുടെ പ്ലാനിംഗ് ബോർഡിനെ മാറ്റുന്നു എന്നാണ് കാണേണ്ടത്. അടുത്ത് ഇറങ്ങിയ ധവളപത്രത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രഖ്യാപനം ബജറ്റിൽ വന്നിട്ടുള്ളത് നമ്മൾ കാണുന്നു. അപ്പോ നെഹ്റുവിയൻ വികസന കാഴ്ചപ്പാടാണ് അംഗീകരിക്കുന്നതാണല്ലോ പറയുന്നത്. നെഹ്റുവിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. പക്ഷേ നെഹ്റുവിയൻ വികസന കാഴ്ചപ്പാടിന്റെ പ്രധാന ഉപാധി ആസൂത്രണമായിരുന്നു. ആ ആസൂത്രണത്തെ ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് അഭിമാനം കൊള്ളുന്ന മുഖ്യമന്ത്രി കുഴിച്ചു മൂടുന്നുവെന്ന അവസ്ഥയാണ് ഈ ബജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ വൻതോതിലുള്ള പശ്ചാത്തല വികസനം നടന്നു എന്നുള്ളത്. ആർക്കും ആ കാര്യത്തിൽ മറ്റൊരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ല. ആ വികസനം നടക്കുന്നതിനിടയാക്കിയത് കിഫ്ബിയാണ്. അതിന്റെ ചാലകശക്തിയായി പ്രവർത്തിച്ചത് കിഫ്ബിയാണ്. പക്ഷേ കിഫ്ബിയുടെ ചിറകരിയുന്ന നിലപാടാണ് ഈ ബജറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത്. കിഫ്ബി പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ട ബാധ്യതയെപ്പറ്റി പഠിക്കാൻ വിദഗ്ധ സമിതിയെ വെക്കും എന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. അതിന്റെ പിന്നിലെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കിഫ്ബി എന്ന ആശയത്തെ തന്നെ അവസാനിപ്പിക്കാനുള്ള നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. കേരളത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു പദ്ധതിയായിരുന്നു ലൈഫ് മിഷനിലൂടെ നടപ്പാക്കിയ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പദ്ധതി. 5 ലക്ഷത്തിലധികം വീടുകളാണ് അതിന്റെ ഭാഗമായി നൽകിയിട്ടുള്ളത്. ലൈഫ് മിഷനോടുള്ള UDFന്റെ സമീപനം പണ്ടേ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോ ആ ലൈഫ് പദ്ധതിയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ രൂപരേഖ പോലും നൽകാതെയാണ് ചില പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലൂടെ വന്നിട്ടുള്ളത്. അതിന് ലൈഫ് മിഷന്റെ ഭാഗത്ത് ഒന്നും പറയുന്നില്ല. എന്നാൽ SC ST വിഭാഗത്തിന് പ്രത്യേക
ഭവന പദ്ധതി പ്രഖ്യാപിച്ചതായി കാണുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ലൈഫ് പദ്ധതി ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ തുടക്കം തന്നെയായിട്ടാണ് കാണേണ്ടത്. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി എന്ന് പറഞ്ഞു. അത് പുനർഗേഹം പദ്ധതി ഇപ്പൊ തന്നെ നിലവിലുള്ളതാണ്. അത് നേരത്തെ നിലവിലുണ്ട്. അത് പുതിയൊരു പദ്ധതിയായിട്ട് കാണേണ്ടതായിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് റബ്ബറിന് മാർക്കറ്റിൽ 170 രൂപ ഉള്ളപ്പോഴാണ് റബ്ബറിന്റെ തറവില 200 രൂപയായി LDF സർക്കാർ പ്രഖ്യാപിച്ചത്. ഇപ്പോ 274 രൂപയാണ് മാർക്കറ്റില് റബ്ബറിന്റെ വില. അപ്പോ 250 രൂപ എന്നാണ് UDF സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് വലിയ പദ്ധതിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ 10 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. അതുകൊണ്ടൊന്നും ആവില്ല എന്ന് എല്ലാവർക്കും അറിയാം. തുടക്കം കാണുമ്പോൾ ഒരു പ്രഹസനം പോലെയുണ്ട്. നീക്കിവെച്ച തുക കാണും. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. അതേപോലെ തന്നെ കണക്ട് വർക്ക് എന്ന യുവജനങ്ങൾക്കുള്ള പദ്ധതി. ഈ 2 പദ്ധതികളും സർക്കാരിന്റെ മുൻഗണനയിലില്ല എന്നാണ് ബജറ്റ് വ്യക്തമാക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞതായി കാണുന്നില്ല. നേരത്തെ ഈ ബജറ്റ് വരുമ്പോൾ ജീവനക്കാർക്കാകെ വിസ്മയമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. ഞാനൊരു വിസ്മയവും കണ്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ജീവനക്കാർക്ക് എന്താണ് വിസ്മയം ഉണ്ടാക്കാനായത് എന്നത്. ഇവിടെ കഴിഞ്ഞ സർക്കാർ അധികാരമൊഴിയുമ്പോൾ DA കൊടുത്തു തീർത്തിരുന്നു. കുടിശ്ശിക നൽകാനുണ്ടായിരുന്ന തുക 5 ഗഡുക്കളായി നൽകുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ബജറ്റിലൊന്നും പ്രത്യേകമായി പരാമർശമായി കണ്ടില്ല. 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്നതാണ് പൊതുവെ സംസ്ഥാനം അംഗീകരിച്ചിട്ടുള്ളത്. നിലവിലുള്ള ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുടരുമോ? അതും ബജറ്റിൽ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കി 2013 UDF സർക്കാർ നടപ്പിലാക്കിയ ന്യൂ പെൻഷൻ സ്കീം തുടരുമെന്നാണ് ഇപ്പോ ബജറ്റ് നൽകുന്ന സൂചന. കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ LDF സർക്കാർ നടപ്പിലാക്കിയ എഷ്വേർഡ് പെൻഷൻ സ്കീം ഉപേക്ഷിക്കുമെന്നാണ് ബജറ്റ് നിർദ്ദേശിക്കുന്നത്. ജീവനക്കാർക്ക് പെൻഷൻ കാര്യത്തിൽ ലഭിക്കുമായിരുന്ന ഉറപ്പ് ഇതിലൂടെ നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആവർത്തിച്ച് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊന്ന് സ്വർണ്ണ നികുതിയെക്കുറിച്ചാണ്, മറ്റൊന്ന് IGSTയെ കുറിച്ചാണ്. അവയെക്കുറിച്ചൊന്നും ഈ ബജറ്റിൽ പരാമർശം കണ്ടില്ല. ഇതാണ് ബജറ്റിന്റെ പൊതുവായ നില. LDF സർക്കാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ പേര് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ ദിശ അത് പൂർണ്ണമായി തകിടം മറിക്കുന്ന നിലയിലേക്കാണ്. കേരളത്തിന് വലിയ അപകടം സംഭവിക്കുന്നുവെന്ന സൂചനയാണ് ഈ ബജറ്റിലൂടെ നൽകിയിട്ടുള്ളത്.